നമ്മുടെ സമൂഹത്തിൽ, ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാകുന്നത് പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയയെ ശാക്തീകരിക്കാനും അതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കാനും സഹായകരമാകുമെന്നാണ് എന്റെ വിശ്വാസം. ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് ചില വിവാദങ്ങളൊക്കെ വന്നിട്ട് ഇപ്പം പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിൽ പങ്കെടുത്തതായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അങ്ങനെയൊക്കെ വന്നു. അങ്ങ് തന്നെ അതിൽ വിശദീകരണമൊക്കെ കൊടുത്ത വിവാദമൊക്കെ അവസാനിപ്പിച്ചതുമാണ്. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചർച്ചയാകുന്നതായിട്ടൊക്കെ അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ടോ? മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലൊക്കെ പോയി പ്രചരിപ്പിക്കുന്നത് ഞാൻ ജയിച്ചാൽ BJP-യിൽ ചേരും, മോദി മന്ത്രിസഭയിൽ അംഗമാകുമെന്നാണ്. അത്രയ്ക്ക് രാഷ്ട്രീയ പാപ്പരത്വം ബാധിച്ച ഒരു പ്രസ്ഥാനമായി CPM മാറി. ഗൗരവതരമായ രാഷ്ട്രീയ പ്രശ്നങ്ങളോ പൊതുവിഷയങ്ങളോ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ കഴിയാത്ത വിധം ബാങ്ക്രപ്റ്റായി തീർന്നിരിക്കുന്നു. അതല്ലെങ്കിൽ ഏറ്റവും വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ കൊടും ചൂടും രാഷ്ട്രീയ ചൂടും രണ്ടും കൂടി എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? രാഷ്ട്രീയ ചൂടുള്ളത് കൊണ്ടാണ് കൊടും ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്നത്. കാരണം ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണ, സഹപ്രവർത്തകരായിട്ടുള്ള പ്രവർത്തകർ നൽകുന്ന ഒരു ആവേശം, ഇത് രണ്ടും കൂടി ഒത്തുചേരുമ്പോൾ ഈ രാഷ്ട്രീയമായ ചൂടൊന്നുമല്ലാതായി തീരും.